ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മീസ് കിച്ചൺ. പിന്നെ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ ക്രാക്കേഴ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് തന്നെ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മെഷറിംഗ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഏത് കപ്പിലാണോ ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് അതേ ഒരു കപ്പിൽ തന്നെ കോൺഫ്ലവർ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അതിൽ ഉപ്പിട്ടിരുന്നു, അതുകൊണ്ട് ഇതിൽ അല്പം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോളാക്കി എടുക്കാം. ഇനി ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ രണ്ട് വശവും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. എന്നിട്ട് ചൂട് നന്നായി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ ഒരു 8-10 മണിക്കൂർ വെക്കണം. അപ്പോൾ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അല്പം ഹാർഡായിട്ടാണ് ഉള്ളത്. ഇനി ഇത് ഇതേപോലെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ നന്നായി ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് പൊരിച്ചെടുക്കാം. ബാക്കിയുള്ളത് എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഒരു 6 മാസം വരെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു എണ്ണ ചൂടാക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കടയിൽ നിന്നും വാങ്ങുന്ന അതേപോലെയുള്ള നല്ല പൊട്ടാറ്റോ ക്രാക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.